പാപങ്ങൾ ചെയ്യാതെ അമല് വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്ന സുധന്യമായി കിട്ടുന്ന ഒരു റമളാനാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിലൂടെ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു ഖൗമും മറ്റൊരു ഖൗമിനെ പരിഹസിക്കരുത്. ഒരാൾ മറ്റൊരാളെ കൊച്ചാക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് പറയാണ്, അസാ അയ്യകൂനു ഖൈറൻ മിൻഹും, നിങ്ങൾ ആരെയാണോ കളിയാക്കുന്നത് അവർ കളിയാക്കുന്നവരെക്കാൾ നല്ലവരായിരിക്കും. പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വാക്കും നമ്മുടെ നോട്ടവും നമ്മുടെ ഒരു ചെറിയ ചിരി പോലും മറ്റൊരാളെ പരിഹസിക്കുന്ന രൂപത്തിലാകരുത്. വിശുദ്ധമായ കിതാബുകളിൽ കാണാൻ സാധിക്കും, ഒരാളും ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല. നമ്മൾ ഏതൊരു ന്യൂനതയെ കൊണ്ടാണോ മറ്റുള്ളവരെ കളിയാക്കിയത്, അതുകൊണ്ട് ആ കളിയാക്കിയവനെ അള്ളാഹു പരീക്ഷിച്ചിട്ടല്ലാതെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ വാക്ക് മറ്റൊരാളെ പരിഹസിക്കാനാണെങ്കിൽ നമുക്ക്, നമ്മുടെ മക്കൾക്ക് ഒക്കെ ആ പരിഹാസങ്ങൾ ഭവിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ സഖർതു മിൻ ഖൽബ്, ഞാനൊരു നായയെ കളിയാക്കിയാൽ പോലും ലഖശീതു, എനിക്ക് പേടിയാണ്, അൻ അകൂന കൽബൻ, ഞാനെങ്ങാൽ ഒരു നായയായി പോയാലോ. എന്ന് വെച്ചാൽ ഒരു നായനോട് പെരുമാറുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പടപ്പുകൾ എന്നോട് പെരുമാറും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവർ ചേർത്ത് വെക്കുകയാണ് അൽ ബലാഉ. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും വിഷമവും പരീക്ഷണവും വരുന്നത് മുവക്കലും ബിൽ ഖൗൽ, നമ്മുടെ വാക്കുമായി ഏൽപ്പിക്കപ്പെട്ടിട്ടാണ്, വാക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ വാക്ക് എങ്ങനെയാണോ അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരിക. ഇത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭാര്യ മറ്റേ ഭാര്യയെ റളിയല്ലാഹു അൻഹു അവര് കുല്ലത്തിയാണല്ലോ, കസീറ എന്ന് പറഞ്ഞു റസൂലുള്ള. ആ കുല്ലത്തിയാണെന്ന് പറഞ്ഞതിന് പോലും തിരുത്തി കൊടുത്തു. അങ്ങനെയുള്ള വാക്കെങ്ങാലും ആ പത്നിക്ക് വിഷമമായാലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നാക്ക്, നമ്മുടെ വാക്ക് എല്ലാം സൂക്ഷിക്കണം. കാരണം നമ്മൾ ആരെ ഏതൊരു രൂപത്തിൽ കളിയാക്കിയോ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കും. ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ കുറച്ച് പണ്ഡിതന്മാർ വന്നു. കൂട്ടത്തിൽ വലിയ കൂഫി പണ്ഡിതനായ കസാഇ തങ്ങളും യഹ്യൽ യസീദ് തങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കസാഇ തങ്ങളാണ് ആദ്യമായിട്ട് അവർ നിസ്കരിച്ചപ്പോൾ ഇമാമ നിന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതിയപ്പോ ചെറിയൊരു വിറയൽ വന്നുപോയി. നിസ്കാരം കഴിഞ്ഞപ്പോ യഹ്യൽ യസീദി റഹ്മത്തുള്ളാഹി അലൈഹി കളിയാക്കിയല്ല, ഈ കൂഫത്തെ പണ്ഡിതനൊക്കെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുമ്പോ വിറച്ചു പോവാണോ? അടുത്ത നിസ്കാരായി. അടുത്ത നിസ്കാരത്തിന് ഇമാമ നിന്നത് യഹ്യൽ യസീദി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. ഫാത്തിഹ ഓതുമ്പോ വിറച്ചുപോയി. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ കസായി തങ്ങള് അവരോട് പറഞ്ഞു, നാവിനെ സൂക്ഷിക്കണട്ടോ, പരീക്ഷണം വരിക നമ്മുടെ വാക്കിനനുസരിച്ചായിരിക്കും. ആരെയും പരിഹസിക്കരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പോരായ്മകൾ, കുറവുകൾ, ജന്മസിദ്ധ പോരായ്മകൾ എല്ലാം ഉള്ളവരുണ്ടായിരിക്കും. അത് ചിലപ്പോ നമുക്ക് ഭവിക്കും, ചിലപ്പോ അന്നെ ഭവിക്കും, ആ വർഷം ഭവിക്കും. നമ്മുടെ വരും തലമുറയിൽ പോലും ആ കുത്തുവാക്കിന്റെ മുറിവുകൾ പ്രതിഫലിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണ് മാലിക് റഹിമഹുല്ല പറയുന്നത്. മദീനയിൽ ഞാൻ കുറച്ച് ആളുകളെ കണ്ടിരുന്നു. അവരിൽ ഒരു പോരായ്മയില്ല, നല്ല ലക്ഷണമൊത്ത പക്വതയുള്ള എല്ലാം കൊണ്ടും തികഞ്ഞ കുറെ ആളുകൾ ഉണ്ടായിരുന്നു.
പിന്നീട് അവർ മറ്റുള്ളവരുടെ പോരായ്മകൾ പറയാൻ തുടങ്ങി. അപ്പോഴോ അവരിലും പോരായ്മ വരാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് നമ്മുടെ വാക്ക് സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞ വാക്ക് വളരെ മനോഹരം. ഖബീഹും മിനൽ ഇൻസാനി യൻസാ ഉയൂബഹു വയദ്കുറു ഐബൻ ഫീ അഖീഹി ഖദിക്തഫാ. ചിലരെന്തൊരു മോശക്കാരാണ്. അവര് സ്വന്തം ന്യൂനതകളൊക്കെ മറക്കും. സ്വന്തം ന്യൂനത നോക്കാനോ ഓർക്കാനോ വിലയിരുത്താനോ തിരുത്താൻ അവർക്ക് സമയമില്ല. മറ്റുള്ളവരുടെ ന്യൂനതകൾ വൺ ബൈ വൺ പറയാൻ സാധിക്കുന്നവരാണ് അവർ. ഖബീഹും മിനൽ ഇൻസാൻ, മനുഷ്യരിലെ എത്ര മോശക്കാരാണ് അവർ. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ദക്കറ റജുലൻ, വലിയ സാഹിദീങ്ങളുടെ നേതാവാണ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാരഥൻ ഒരു സമയത്ത് ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അയാൾ തിരിയാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? ദാലിക്കൽ അസ്വദ്, ആ കറുമ്പിണ്ടല്ലോ, കറുത്ത ചക്കൻ എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. തിരിയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ആ കറുത്തോനെന്ന്. അതിൽ നിന്ന് പോലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വാക്ക്, നമ്മുടെ വിളി, നമ്മുടെ നോട്ടം ആരെയും പരിഹസിക്കാനാകരുത്. എന്താ കാര്യം? നമുക്ക് തന്നെ തിരിച്ചടിക്കും, നമ്മുടെ മക്കൾക്ക് തിരിച്ചടിക്കും. നമ്മുടെ മക്കളിൽ നാം ഏതർത്ഥത്തിലാണോ മറ്റൊരാളെ കളിയാക്കിയത് അത്തരക്കാർ രൂപപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഇസ്തഖഫ ബിൽ ഉലമാ, ആരെങ്കിലും പണ്ഡിതന്മാരെ കൊച്ചാക്കിയാൽ റഹബത്ത് ആഖിറതുഹു, അവന്റെ ആഖിറം പോയി പോകും. വമൻ ഇസ്തഖഫ ബിൽ ഉമറാഇ, ആരെങ്കിലും അധികാരികൾ ഭരണത്തിലിരിക്കുന്നവരെ കൊച്ചാക്കി കഴിഞ്ഞാൽ റഹബത്തു ദുനിയാഹു, അവന്റെ ദുനിയാവ് പോയി പോകും. വമൻ ഇസ്തഖഫ ബിൽ ഇഖ്വാൻ, ആരെങ്കിലും സഹോദരന്മാരെ കളിയാക്കിയാൽ റഹബത്തു മുറൂഅതുഹു, അവന്റെ മനുഷ്യത്വവും പോയി പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരൊറ്റ വാക്യം കൂടെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അയ്യർതു റജുലൻ, ഞാൻ ഒരാളെങ്ങനെ മോശമായിട്ട് പറയാണ്, അതിന്റെ ഇടയിൽ ഞാൻ അയാളെ വിളിച്ചു യാ മുഫ്ലിസു. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായവൻ, എല്ലാം നഷ്ടപ്പെട്ടവൻ, ഒന്നുമില്ലാത്തവൻ. ഒരാളെ വിളിച്ചതാണ് മുഫ്ലിസ്. മഹാൻ പറയാണ്, ഫഅഫ്ലസ്തു ബഅദ 40 സന, 40 വർഷം കഴിഞ്ഞപ്പോ ആ വിളിച്ചതിന്റെ പകരം, ആ വിളിച്ചതിന്റെ തിരിച്ചടി എന്നോണം ഫഅഫ്ലസ്തു, ഞാനൊരു മുഫ്ലിസായി പോയി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ നാവ്, ആ നാവിൽ നിന്ന് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് വേദനിക്കുന്ന വല്ല പരിഹാസമോ മോശപ്പെട്ട പ്രയോഗമോ വന്നാൽ നാം തന്നെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു ഈ വിശുദ്ധമായ റമദാനിന്റെ ഒരു ട്രെയിനിങ് ആയി അതും കൊണ്ടു നടക്കാൻ നമ്മുടെ വാക്ക് ഒരു നിലക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിലും അൽ മുസ്ലിം മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാള് യഥാർത്ഥ മുസ്ലിമാകുന്നത് അവന്റെ കരത്തെയും അവന്റെ നാവിനെയും മറ്റു മുസ്ലിങ്ങൾക്ക് പേടിയില്ലാതിരിക്കുക. ചിലരെ കാണുമ്പോഴേ നമുക്ക് പേടിയാ, ഈ മനുഷ്യനെ എന്തൊക്കെയായി പറയാൻ പോകുന്നത്, ഏതെല്ലാം അർത്ഥത്തിലാണ് കൊച്ചാക്കാൻ പോകുന്നത്. അത്തരക്കാർ മുസ്ലിമല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും സന്തോഷം കൊടുക്കുക. ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിനി ഖൈറും മിൻ അൽഫി റകഅ. നിങ്ങളൊരു വിശ്വാസിയുടെ മനസ്സിൽ നിങ്ങളൊരു സ്മൈല് കൊണ്ടോ നിങ്ങളൊരു നല്ല വാക്കുകൊണ്ടോ ഒരൽപ്പ സന്തോഷം കൊടുത്താൽ 1000 റക്അത്തിനേക്കാൾ പുണ്യമാണ്. അള്ളാഹു അത്തരത്തിലുള്ള സ്വഭാവ ശൈലിയും പെരുമാറ്റ രീതിയും വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അതുപോലെ നമ്മുടെ ഒരു സഹോദരൻ എല്ലാ ദിവസവും
സുബഹിക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ ഓതുന്ന ഒരു 2 കുട്ടികൾക്ക് വസ്ത്രം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളൊക്കെ അത് ശ്രദ്ധിക്കുക. ഒരു 10-15 മിനിറ്റ് ഇരുന്ന് സ്ഥിരമായി ഓതുന്നവർക്ക് പെരുന്നാൾ വസ്ത്രം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ഇത്യാദി പ്രോത്സാഹനങ്ങളൊക്കെ ഏറ്റെടുക്കാനും അതൊക്കെ നൽകുന്നവർക്ക് വലിയ പുണ്യം സ്വായത്തമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.